ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്കൊരു കടം വാങ്ങേണ്ട ഒരവസ്ഥ വന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ പിന്നെ കടം എത്രയും വേഗം വീട്ടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. പൊതുവേ നമുക്കൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കടം വന്നു കഴിഞ്ഞാൽ ആ കടം വീട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാറില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതെങ്ങനെയാണ്? ഒന്ന്, നമുക്ക് വരുമാനം കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് നമ്മുടെ വരുമാനം കൂട്ടുക. ആ വരുമാനം കൂട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്തരം കാര്യങ്ങളിൽ ഒന്ന് വ്യാപൃതരാവുക. മറ്റൊന്ന്, നിലവിലുള്ള ജീവിത ചെലവുകളെ ഒന്ന് ചുരുക്കിയിട്ട് കുറച്ചുകൂടി മിച്ചം വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എത്രയും വേഗം ആ കടം വീട്ടുക എന്നുള്ളതാണ്. പൊതുവെ സംഭവിക്കുന്ന ആളുകൾ കടം വാങ്ങുന്നു ഒരു കൃത്യമായ ഡേറ്റ് പറഞ്ഞിട്ട്, പക്ഷേ ആ ഡേറ്റിൽ പലർക്കും ഒരു 95% ആളുകൾക്കും തിരിച്ചു കൊടുക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ കടം വാങ്ങുമ്പോൾ നമുക്കുള്ള ആവശ്യം ഉള്ളതുപോലെ തന്നെ കടം വീട്ടാനുള്ള താല്പര്യം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറില്ല എന്നുള്ളത്. അപ്പോൾ അത് രണ്ട് കാര്യങ്ങൾ കൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അതിന് സ്കിപ്പാവാം. അതിലൂടെ നിങ്ങൾക്ക് വലിയൊരു സമാധാനം ലഭിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, നിങ്ങൾ കടം വാങ്ങിയിട്ടുള്ള വ്യക്തിക്ക് കൊടുത്ത വാക്ക് നിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് അവരോട് ചോദിച്ചാൽ അവരുടെ ഭാഗത്ത് സപ്പോർട്ട് കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കടം വാങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് കൊടുത്ത് വീട്ടാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്.